നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ പ്രവീണ. പ്രധാന വാർത്തകൾ. UDF-നെ അധികാരത്തിൽ എത്തിക്കാനായില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറെന്ന് VD സതീശൻ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ. സാമ്പത്തിക തട്ടിപ്പ്. നടൻ നിവിൻ പോളിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ്. ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ട, മുഖ്യപ്രതി പിടിയിൽ. വാർത്തകൾ വിശദമായി. UDF-നെ അധികാരത്തിൽ എത്തിക്കാനായില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറെന്ന് VD സതീശൻ. UDF-നെ അധികാരത്തിൽ എത്തിക്കാനായില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF-നെ അധികാരത്തിൽ എത്തിക്കുക എന്നത് താനെടുത്ത ദൗത്യമാണെന്നും താൻ അതിൽ വിജയിച്ചാൽ പക്ഷേ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം വെള്ളാപ്പള്ളി നടേശൻ രാജിവെക്കേണ്ടതില്ലെന്നും ആജീവനാന്തം അദ്ദേഹം ആ സ്ഥാനത്ത് തുടരണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. ഇന്നലെ 100 സീറ്റ് നേടി UDF അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമെന്ന VD സതീശന്റെ അവകാശവാദത്തെ പരിഹസിച്ച് വെള്ളാപ്പള്ളി രംഗത്ത് വന്നിരുന്നു. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് തയ്യാറാണോ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. ഇതിനു മറുപടിയായാണ് വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി ഏറ്റെടുത്തുള്ള പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയത് ഗുരുതര വകുപ്പുകൾ. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം വകുപ്പ് 4, ഭാരതീയ ന്യായ സംഹിത 143 വകുപ്പ് എന്നിവയ്ക്ക് പുറമെ മനുഷ്യക്കടത്തും പ്രഥമ വിവര റിപ്പോർട്ടിൽ ആരോപിച്ചിട്ടുണ്ട്. സിസ്റ്റർ പ്രീതി 1ഉം സിസ്റ്റർ വന്ദന 2ഉം പ്രതികളായാണ് പ്രഥമ വിവര റിപ്പോർട്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സഭാ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായി 3 പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നപ്പോൾ ദുർഗിൽ വെച്ച് ബജ്രംഗ് ദളിന്റെ പരാതിയിൽ ഇവർ അറസ്റ്റിലാകുന്നത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇവരെ ബജ്രംഗ് ദൾ പ്രവർത്തകർ തടഞ്ഞുവെച്ച് ചോദ്യം ചെയ്യുകയും ബാഗുകൾ പരിശോധിക്കുകയും ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. സാമ്പത്തിക തട്ടിപ്പ്. നടൻ നിവിൻ പോളിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ്. നടൻ നിവിൻ പോളിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ്. തലയോലപ്പറമ്പ് പോലീസാണ് നിർമ്മാതാവ് ഷംനാസിന്റെ പരാതി പ്രകാരം നോട്ടീസ് നൽകിയത്. ആക്ഷൻ ഹീറോ ബിജു 2 സിനിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 1.90 കോടി രൂപ തട്ടിയതായാണ് ഷംനാസിന്റെ പരാതി. നിവിന് പുറമെ സിനിമയുടെ സംവിധായകൻ എബ്രിഡ് ഷൈനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കാനും നോട്ടീസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ട, മുഖ്യപ്രതി പിടി. എറണാകുളം കളമശ്ശേരി സർക്കാർ പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയിരുന്ന കേസിലെ മുഖ്യപ്രതി പിടിയിൽ. ഒഡീഷ സ്വദേശി അജയ് പ്രധാനാണ് ദരിംഗ്ബാദിൽ നിന്ന് പിടിയിലായത്. അജയ് പ്രധാനാണ് കേസിൽ നേരത്തെ അറസ്റ്റിലായ 3 ഇതര സംസ്ഥാനക്കാർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയത്. ഇവർക്ക് പുറമെ 4 പോളി വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്തിരുന്നു. മാർച്ചിലായിരുന്നു പോളി ഹോസ്റ്റലിൽ നടത്തിയ പരിശോധനയിൽ 2 കിലോ കഞ്ചാവും മദ്യവും പോലീസ് കണ്ടെടുത്തിരുന്നത്. ഹോളി ആഘോഷത്തിന്റെ മറവിൽ ലഹരി പാർട്ടി നടത്താൻ പണപ്പിരിവ് നടത്തുന്നതായുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടന്നത്. ജമ്മു കാശ്മീരിൽ സൈനിക നടപടി, 3 ഭീകരരെ വധിച്ചു. ജമ്മു കാശ്മീരിൽ നടത്തിയ നടപടിയിൽ 3 ഭീകരരെ വധിച്ചതായി സൈന്യം. കൊല്ലപ്പെട്ടവരിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ശ്രീനഗറിലെ ദാര മേഖലയിലായിരുന്നു ഭീകരർ സൈന്യവുമായി ഏറ്റുമുട്ടിയത്. ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായാണ് സൈന്യം ഭീകരർക്കായി സംയുക്ത തെരച്ചിൽ നടത്തി വരുന്നത്. ലിൻഡ്വസിൽ തിങ്കളാഴ്ച ഏറ്റുമുട്ടൽ നടന്നിരുന്നു. ഡച്ചിഗ്രാം ദേശീയോദ്യാനത്തിന് സമീപത്തായിരുന്നു ഏറ്റുമുട്ടൽ. ആരാണ് ഭാഗ്യവാൻ, ആരാണ് ഭാഗ്യവതി? തിരുവോണം ബമ്പർ പുറത്തിറക്കി. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി പ്രകാശനം ചെയ്തു. 500 രൂപ വില വരുന്ന ഭാഗ്യക്കുറിയിൽ 25 കോടിയാണ് ഒന്നാം സമ്മാനം. 1 ലക്ഷത്തിലേറെ പേർക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതാണ് ലോട്ടറി മേഖലയെന്നും സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ശ്രദ്ധേയമായ ലോട്ടറിയാണ് കേരള ലോട്ടറി എന്നും ടിക്കറ്റ് പുറത്തിറക്കിയ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. MLA-മാരായ അഡ്വക്കേറ്റ് VK പ്രശാന്ത്, ആന്റണി രാജു എന്നിവർ സന്നിഹിതരായിരുന്നു. സെൻട്രൽ ജയിൽ വളപ്പിൽ മോഷണം, 5.5 ലക്ഷം വില വരുന്ന സാധനങ്ങൾ നഷ്ടപ്പെട്ടു. തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നുവോ? ചോദ്യം പ്രസക്തമാവുന്നത് വാർത്ത കേൾക്കുമ്പോഴാണ്. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ മോഷണം. 5.5 ലക്ഷം വില വരുന്ന സാധനങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത്. സോളാർ പ്ലാന്റിന്റെ ഉപയോഗശൂന്യമായ 300 ബാറ്ററികളിലെ വിലപിടിച്ച സാധനങ്ങളാണത്രേ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ജയിൽ വളപ്പിലെ തുണികൾ അലക്കുന്ന കെട്ടിടത്തിൽ നിന്നാണിവ 4 വർഷത്തിനിടെ മോഷ്ടിക്കപ്പെട്ടത് എന്നാണ് സൂപ്രണ്ടിന്റെ പരാതി. പൂജപ്പുര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സ്വകാര്യ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു. കണ്ണൂരിൽ സ്വകാര്യ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. ഇന്ന് രാവിലെ 9:30 പയ്യന്നൂർ തിരുമേനി റൂട്ടിലോടുന്ന ലക്ഷ്മി ബസ്സാണ് മുതുവം വളവിൽ മറിഞ്ഞത്. ബസ് ഡ്രൈവർ നല്ലോപ്പുഴ സ്വദേശി അഖിൽ തോമസ്, കണ്ടക്ടർ മുളപ്പുറ സ്വദേശി സൂരജ്, യാത്രക്കാരായ അലൻ 10, മുതുവം സ്വദേശികളായ K ജോസഫ് 80, ജോസഫ് ദേവസ്യ, ജെസിൻ തോമസ്, തോട്ടത്തിൽ തോമസ് 50, ഡോളി തോമസ് 39, തിരുമേനി സ്വദേശി ഷീബ 41, മറ്റു 4 പേർക്കുമാണ് പരിക്കേറ്റത്. ഓട്ടോമാറ്റിക് കാർ പിന്നോട്ടോടി
തോട്ടിൽ വീണു. ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സംവിധാനമുള്ള കാർ അബദ്ധത്തിൽ റിവേഴ്സിൽ ഗിയറിൽ സ്റ്റാർട്ടായി പിന്നോട്ടോടി ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ട് തോട്ടിൽ വീണു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ ഏറവ് ആറാം കല്ലിൽ പെരുമ്പുഴ പാടശേഖരത്തിന് സമീപമാണ് ഇന്ന് രാവിലെ അപകടം സംഭവിച്ചത്. വണ്ടി ഓടിച്ചിരുന്ന SN പുരം സ്വദേശി അജിത് കുമാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബൈക്ക് യാത്രക്കാരനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പേരാമ്പ്രയിൽ വീണ്ടും ബസ് അപകടം. കോഴിക്കോട് പേരാമ്പ്രയിൽ വീണ്ടും അപകടം വിതച്ച് സ്വകാര്യ ബസ്. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സർവീസ് നടത്തുന്ന വണ്ടി സ്റ്റാൻഡ് മുറിച്ചു കടക്കുകയായിരുന്ന ബസ് യൂടേൺ എടുക്കുമ്പോഴാണ് വയോധികന് ബസ് തട്ടി പരിക്കേറ്റത്. തലയ്ക്കും തോളിനുമാണ് പരിക്ക്. രാവിലെ 11:30യോടെയാണ് അപകടമുണ്ടായത്. ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാ. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. തെരുവുനായ ആക്രമണം. പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 6 പേർക്ക് പരിക്ക്. കോഴിക്കോട് തെരുവുനായ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. ചെങ്ങോടുകാവിലാണ് സംഭവം. പഞ്ചായത്ത് അംഗം ഇന്ദിര അടക്കമുള്ളവർക്കാണ് പരിക്ക്. സ്കൂളിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിക്കും കടിയേറ്റിട്ടുണ്ട്. മുഖത്തും കൈക്കുമാണ് പരിക്ക്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലഹരിവേട്ട. കോട്ടയത്ത് 3 പേർ പിടിയിൽ. ലഹരിവേട്ടയിൽ കോട്ടയത്ത് 3 പേർ പിടിയിൽ. 2 പേർ ഈരാറ്റുപേട്ടയിൽ നിന്നും ഒരാൾ മണർക്കാട് നിന്നുമാണ് പിടിയിലായത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് വട്ടക്കയം സ്വദേശി സഹിൽ, യാമിൻ എന്നിവരെയും മണർക്കാട് നിന്ന് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി അബ്ദുള്ള ഷഹാസിനെയുമാണ് പിടിച്ചത്. 3 പേരിൽ നിന്നും MDMA ആണ് പിടിച്ചത്. ശബരിമല നിറപുത്തിരി ഘോഷയാത്ര നാളെ. ശബരിമല നിറപുത്തിരിയ ഘോഷയാത്ര നാളെ പുലർച്ചെ 4:30 അച്ഛൻ കോവിലിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്രയുടെ തുടക്കം. ശ്രീധർമ്മശാസ്താവിന്റെ പേരിൽ തെങ്കാശിയിലുള്ള നെൽപ്പാടങ്ങളിൽ നിന്ന് കറ്റകൾ എത്തിച്ചിരുന്നു. രാവിലെ നിർമാല്യ ദർശന ശേഷം കറ്റകളിൽ മേൽശാന്തിമാർ തീർത്ഥം തളിച്ചു ശുദ്ധിക്രിയകൾ നടത്തും. വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണത്തിന് ശേഷം രാത്രി 7-ന് നെൽക്കതിർ അയ്യപ്പന് മുന്നിൽ സമർപ്പിക്കും. വസ്ത്രമെടുക്കാനെത്തിയ യുവതിയെ ഫോട്ടോ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണി മുഴക്കി പണം തട്ടാൻ ശ്രമിച്ച ജീവനക്കാരൻ പിടിയിലായി. വസ്ത്രമെടുക്കാനെത്തിയ യുവതിയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് പണം ആവശ്യപ്പെട്ടു ഭീഷണി മുഴക്കിയ ജീവനക്കാരനെ പിടികൂടി. കൊല്ലം മൈനാഗപ്പള്ളി നല്ലതറ സ്വദേശി അജാസ് ആണ് പ്രതി. വിവാഹ നിശ്ചയത്തിന് വസ്ത്രമെടുക്കാൻ യുവതി കടയിൽ എത്തിയപ്പോഴാണ് സംഭവം. പുതിയ വസ്ത്രം ധരിച്ചുള്ള ഫോട്ടോ എടുത്ത് കാണിക്കാൻ അജാസിനോട് യുവതി ആവശ്യപ്പെട്ടുവത്രേ. പിന്നീട് അജാസ് ഫോട്ടോ മോർഫ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണി മുഴക്കി 1 ലക്ഷം ആവശ്യപ്പെട്ടതായാണ് പരാതി. കടക്കൽ പോലീസിൽ പരാതി എത്തിയതോടെ അജാസ് സിം കാർഡ് മാറ്റിയെങ്കിലും IMEI നമ്പർ വെച്ച് സൈബർ ക്രൈം സെൽ തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നിന്ന് ഇയാളെ പിടികൂടി. പൊട്ടിവീണ വൈദ്യുത ലൈനിൽ നിന്നും ആഘാതമേറ്റ് മലപ്പുറത്ത് 18-കാരൻ മരിച്ചു. പൊട്ടിവീണ വൈദ്യുതി കമ്പി സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി കവർന്നു. ഇന്നലെ വൈകിട്ട് മലപ്പുറം വേങ്ങരയിൽ 18-കാരനാണ് മരിച്ചത്. കണ്ണമംഗലം അച്ചനമ്പലം പുള്ളാട്ട് അബ്ദുൽ വദൂദത്താണ് മരണപ്പെട്ടത്. ശക്തമായ മഴയിൽ വെട്ടുതോട് തോട്ടിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാൻ പോയപ്പോൾ തോടിനോട് ചേർന്ന് പൊട്ടി വീണ് കിടന്ന കമ്പിയിൽ നിന്ന് വധൂത്തിന് വൈദ്യുതാഘാതം ഏൽക്കുകയാണ് ഉണ്ടായത്. ഇന്നലെ രാവിലെ പാലക്കാട് കൊടുമ്പിൽ പറമ്പിൽ തേങ്ങയെടുക്കാൻ പോയയാൾ പൊട്ടിവീണ ലൈനിൽ വൈദ്യുതാഘാതമേറ്റു മരിച്ചിരുന്നു. ക്ലിനിക്കിൽ കയറി വനിതാ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമം. യുവാവ് പിടിയിൽ. വനിതാ ഡോക്ടറെ ക്ലിനിക്കിൽ അതിക്രമിച്ചു കടന്ന് പീഡിപ്പിക്കാൻ ശ്രമം.
കൊല്ലം പത്തനാപുരത്ത് ഇന്നലെ വൈകിട്ടാണ് സംഭവം. ദന്തൽ ക്ലിനിക്കിലേക്ക് ആരുമില്ലാത്ത സമയത്ത് ചെന്ന യുവാവ് വായിൽ തുണി തിരുകി ഇൻസുലേഷൻ ടേപ്പ് വെച്ച് കൈകൾ ബന്ധിക്കാൻ ശ്രമിച്ചു. ഇതോടെ നിലവിളിച്ച് ഡോക്ടർ യുവതി കുതറിയോടി രക്ഷപ്പെടുകയായിരുന്നു. പീഡന ശ്രമം നടത്തിയ കുണ്ടയം സ്വദേശി സൽദാനെ പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. യുവാക്കളെ സംഘം ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമം, 5 പേർ അറസ്റ്റിൽ. യുവാക്കളെ മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന കേസിൽ 5 യുവാക്കൾ അറസ്റ്റിൽ. തൃശൂർ കാട്ടൂർ സ്വദേശികളായ 38-കാരൻ ടിൻഡു എന്ന പ്രജിൽ, 22-കാരനായ ദിനക്, 26-കാരനായ അശ്വന്ത്, 27-കാരനായ സികേഷ്, എടത്തുരുത്തി സ്വദേശി 30-കാരനായ അരുൺകുമാർ എന്നിവരെയാണ് ഗുണ്ടൽപേട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 13-ന് കാട്ടൂർ പെരിഞ്ഞനം SNDP പള്ളിവേട്ട നഗറിൽ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ പൊഞ്ഞനം സ്വദേശി സനൂപ്, കാട്ടൂർ വടക്കഴ സ്വദേശി യാസിൻ എന്നിവരെയാണ് സംഘം ചേർന്ന് പ്രതികൾ ആക്രമിച്ചത്. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഗുരുതര അർബുദ കരൾ രോഗങ്ങൾക്കും കാരണമാകുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് അവബോധം വളർത്തുവാനാണ് ജൂലൈ 28 ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF-നെ അധികാരത്തിൽ എത്തിക്കാനായില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറെന്ന് VD സതീശൻ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ. സാമ്പത്തിക തട്ടിപ്പ്, നടൻ നിവിൻ പോളിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ്. ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ട, മുഖ്യപ്രതി പിടിയിൽ. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.